ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി. ചെറിയൊരു ഗ്യാപ്പ് ഇടേണ്ടി വന്നു. അൽഹംദുലില്ലാ വൈഫ് ഡെലിവറി ആയിട്ടുണ്ട്. ആ ഒരു സന്തോഷ വാർത്തയോടെയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, ഓക്കും മോനും കുഴപ്പമൊന്നുമില്ല. മോനാണ്. അൽഹംദുലില്ലാ ഒക്കെ റാഹത്തായിട്ട് കഴിഞ്ഞ 25-ാം തീയതി ആയിരുന്നു പ്രസവം. തലേന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞാണ്. പിന്നെ ഓക്ക് ഓട്ടോമാറ്റിക് തന്നെ വേദന വന്ന് അങ്ങനെ പിറ്റേന്ന് പ്രസവം ഉണ്ടായതാണ്. ഏതായാലും പഠിച്ചുകൊണ്ട് കാരുണ്യം കൊണ്ട് അൽഹംദുലില്ലാ ഒന്നും ബുദ്ധിമുട്ടാവാണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉള്ളത് പോസ്റ്റ് നാറ്റൽ കെയർ വാഴക്കാട്. അവിടെ ഇപ്പോൾ പുതിയ സ്റ്റാർട്ട് ചെയ്തതാണ് എദിനി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് നാറ്റൽ കെയർ. അപ്പോൾ ഞാനിനി അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ ഡിസ്ചാർജ് ആവുന്ന ദിവസമാണ്. ഇത്രയും ദിവസം വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ഓരോ തിരക്കിലായി പോയിട്ട്. പിന്നെ പ്രസവിക്കുന്ന സമയത്തൊക്കെ പിന്നെ അതിൻ്റെ മാനസികാവസ്ഥ ടെൻഷൻ, അതെ, അതുകൊണ്ട് മാത്രം അങ്ങനെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ഇപ്പോൾ അതിന് പറ്റിയൊരു സാഹചര്യം വന്നു, അങ്ങനെ എടുത്തതാണ്. ഞാനിപ്പോൾ എടുക്കാൻ കാരണം ആ പോസ്റ്റ് നാറ്റൽ കെയറിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലുള്ള വാഴക്കാടുള്ള എദിനി ആയുർവേദ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ്. ഇവരിവിടെ പുതിയ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ അവളെ പ്രസവരക്ഷയ്ക്ക് വേണ്ടി ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നത്. ഇവിടുത്തെ അന്തരീക്ഷവും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എല്ലാവരും നല്ല ഇൻഫർമേഷനാണ് ഇവിടെ കുറിച്ചിട്ട് നമുക്ക് കിട്ടിയത്. ഏതായാലും ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ നല്ല ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ഞാനിപ്പോൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. എല്ലാ സൗകര്യങ്ങളും ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെമി സ്യൂട്ട് റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഈ റൂമിൽ എല്ലാ സൗകര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല ഫുഡാണ് ഇവിടെ അവർ കൊടുക്കുന്നത്. 7 നേരം ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അവൾ മോനെ ഉറക്കമാണ്, ഉമ്മയുടെ എന്തോ പണിയിലുമാണ്, ഉറങ്ങിയെന്നാണ് തോന്നുന്നത്. ഞങ്ങളിന്ന് ഡിസ്ചാർജ് ആവുന്ന ദിവസമാണെന്ന്. 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഏതായാലും കുറച്ച് നേരം മോനങ്ങനെ കളിപ്പിച്ച് നല്ല രസമാണ്. ഇവിടുത്തെ അന്തരീക്ഷത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ചാലിയാർ പുഴയാണ്. ഇതിൻ്റെ നേരെ ബാക്കിൽ തന്നെയാണ് ഇത് വരുന്നത്. കുറച്ച് നേരം ഞാൻ അവനെ അങ്ങനെ കളിപ്പിച്ച് പിന്നെ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരത്തിനുള്ളിലായിട്ട് നമ്മൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Yeah.